ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാങ്ങ അച്ചാറിടുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ കുറച്ച് മാങ്ങ എടുത്തിട്ട് കഴുകി ഒരു ഓട്ടയുള്ള പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൽ മാങ്ങയൊക്കെ നന്നായി വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് വരും. പിന്നീട് തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങ കുറച്ച് നെട്ടോട് കൂടിയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ആ കണ്ണിയോട് കൂടി വേണം നമുക്ക് ഉപ്പിലിടാനായിട്ട്. എല്ലാത്തിനും ഒന്നുമില്ല കേട്ടോ, ചിലതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ അതാ കുറച്ച് തണ്ടോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഭരണിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അടിയിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം മാങ്ങ നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഭരണിയിലും ഈ മാങ്ങേൻ്റെ മുകളിലൊന്നും തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ നന്നായി തുടച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതാ ഒരു ലെയർ മാങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കല്ലുപ്പ് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. പിന്നെ വീണ്ടും നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ഭരണി ആയതുകൊണ്ട് കുറച്ച് മാങ്ങ കൊള്ളുന്നുള്ളൂ. അപ്പോൾ ഇതാ കയ്യിൽ നിന്ന് ഞാൻ അമർത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലോണം താഴ്ത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കണ്ണിമാങ്ങ അല്ല കേട്ടോ, കുറച്ച് വലിപ്പം കൂടുതലുള്ള മാങ്ങ ആയിപ്പോയി. അപ്പോൾ അതായി കൊള്ളുന്ന അത്രയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഉപ്പ് അലിഞ്ഞിട്ട് അതിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ വേണം ഇത് മുങ്ങിക്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴേക്ക് ഉപ്പൊക്കെ ഇറങ്ങിപ്പോയിക്കോളും. ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇതടിച്ച് വെച്ചതിന് ശേഷം നമുക്കിനി ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിനി അച്ചാറിടാനൊക്കെ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ വേറൊരു ഭരണിയിലും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ 15 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളതാണിത്. ഭരണി നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാ പകുതി പോലും ഇല്ല. നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ, ഉപ്പ് വെള്ളം. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ചുക്കി ചുളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ആദ്യം വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതാണിത്. ഇത് നന്നായിട്ട് ചുളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് എടുത്ത് വെക്കണം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. ഇതിൽ വെള്ളം കംപ്ലീറ്റ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 2.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കാശ്മീരി മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൂടുതൽ ചൂടാവേണ്ടതില്ല, ഒന്ന് ഇളം ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും കടുകും കൂടെ വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടുക്, ഉലുവ വറുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് മുളക് പൊടീൻ്റേത്
ചട്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല. നമ്മൾ നേരത്തെ മാങ്ങയിൽ കുറേ ഉപ്പിട്ടിട്ടുണ്ട്. ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ആ ഉപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചാറ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർക്കാം. ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ഭരണിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭരണിയൊക്കെ നന്നായിട്ട് തുടച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറേ കാലം കേടാവാതെ കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.